കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. നടി രന്യ റാവുവിന്റെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി റെയ്ഡ്. കേസിൽ രന്യ റാവുവിന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. മാർച്ച് 3-നാണ് 12.56 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി കന്നഡ നടിയും DGP രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകളുമായ രന്യ റാവു വിമാനത്താവളത്തിൽ പിടിയിലായത്. രന്യ റാവുവിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഇന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ചെയർമാനായിട്ടുള്ള തുംകുരുവിലെ ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ ഇഡി പരിശോധന നടത്തിയത്. പരമേശ്വരയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും രന്യ റാവുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ചിത്രം പുറത്തു വന്നതിനെ തുടർന്ന് കള്ളക്കടത്ത് കേസിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്ന് BJP ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെ നടന്ന പരിശോധനയിൽ മെഡിക്കൽ കോളേജും രന്യ റാവുവും തമ്മിലുള്ള പണമിടപാട് രേഖകൾ ഇഡി കണ്ടെത്തി. ജി പരമേശ്വര ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. No way my home minister is involved with any of such case. He's a very decent, simple man. I think he might have some of them come and meet, common man come and meet and go. I think no way Parameshwar is involved in such type of case. അതേസമയം റെയ്ഡിനെ കുറിച്ച് അറിയില്ലെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതികരിച്ചു. ಸ್ವಲ್ಪ ದೂರ സ്വർണ്ണക്കടത്ത് കേസിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രന്യ റാവുവിനും രണ്ടാം പ്രതി തരുൺ രാജിനും ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ രന്യ റാവുവിനെതിരെ കോഫെ പോസ നിലനിൽക്കുന്നതിനാൽ താരത്തിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. മാർച്ച് 3-നാണ് 12.56 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി കന്നഡ നടിയും DGP രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകളുമായ രന്യ റാവു വിമാനത്താവളത്തിൽ പിടിയിലായത്. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 2.06 കോടി രൂപയുടെ കറൻസിയും 2.67 കോടിയുടെ സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തിരുന്നു. ദുബായിൽ നിന്നെത്തിയ രന്യ ബെൽറ്റിലും ജാക്കറ്റിലുമാണ് 14.2 കിലോഗ്രാം സ്വർണം ഒളിപ്പിച്ചത്. 2 ആഴ്ചക്കിടെ 4 ദുബായ് യാത്രകൾ ഉൾപ്പെടെ 2 മാസത്തിനിടെ 10 വിദേശ യാത്രകളാണ് രന്യ നടത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. തന്നെ ഭീഷണിപ്പെടുത്തി സ്വർണം കടത്തിയതാണെന്ന് രന്യ മൊഴി നൽകിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.